വടിയും കരിങ്കൊടിയും അരികിൽ എത്തിയിരിക്കുന്നു. രാഹുല് എടുത്തുയർത്തിക്കൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ താവുകയാണ്. 1-2 ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് UDF പ്രവർത്തകർക്കിടയിലേക്ക് വന്നിരിക്കുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് ഉയർത്തിക്കൊണ്ട് ആളുകൾ വരുന്നു. എന്തായാലും പ്രിയാരി പഞ്ചായത്തിലെ പൂഴിത്തോട് അവിടെ മുസ്ലിം ലീഗിന്റെ ാണ് ഇപ്പോൾ ആ പരിപാടി നടക്കുന്നവിടെയും ഡിവൈഎഫ്ഐയുടെ ചില പ്രവർത്തകർ ഉണ്ട്. ഈ പരിപാടി നടക്കുന്നവിടെ ഉണ്ട്. ഈ UDF പ്രവർത്തകർ വലിയ തോതിൽ ഉണ്ട്. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പൊ പോലീസ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പിടിച്ച് മാറ്റുകയാണ്. അവിടെ നിന്ന് പോലീസ് UDF പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പിടിച്ച് മാറ്റുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് എത്തും എന്നതിൽ സംശയമില്ല. എന്തായാലും ഒരു വലിയ സംഘർഷാവസ്ഥ ഇപ്പോഴും നീങ്ങിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ, SFI പ്രവർത്തകർ പല ഭാഗത്തും ഇപ്പോഴും നിൽക്കുകയാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടിക്ക് വന്നിരിക്കുന്ന UDF പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കായികമായി നേരിട്ടാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. കാരണം ഏതാനും ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഉള്ളത്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നിരവധി പ്രവർത്തകരുണ്ട്. വിവാദങ്ങളൊന്നും തന്നെ അളർത്തിയിട്ടില്ല, തന്നെ ബാധിച്ചിട്ടില്ല എന്ന് കാണിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെ പരസ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാട് പിരായിരി പഞ്ചായത്തിൽ എത്തിയിട്ടുള്ളത്. അവിടെ റോഡിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പക്ഷേ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ കടക്കുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. പക്ഷേ അത്രയധികം സംഘർഷ സാഹചര്യം ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആ വാഹനത്തിൽ നിന്ന് MLA വാഹനത്തിൽ നിന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി നടന്നുകൊണ്ട് ഉദ്ഘാടന വേദിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലെല്ലാം ഓരോ വീട്ടിലും കയറി അവിടെയുള്ള സ്ത്രീകളോട്, നാട്ടുകാരോട് കുശലാന്വേഷണം പറഞ്ഞ് വളരെ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരോടുള്ള വെല്ലുവിളി എന്ന രീതിയിൽ എത്രയൊക്കെ പ്രതിഷേധമുണ്ടായാലും MLA എന്ന നിലയിലുള്ള പ്രവർത്തനവുമായി താൻ മുന്നോട്ട് പോകും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് വേണം കരുതാൻ. എന്തായാലും ഒരു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ വെച്ച് കുറച്ച് മുന്നോട്ട് വെച്ച് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും സംഘർഷ സാഹചര്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. ഉദ്ഘാടനം നടക്കുന്ന, അതായത് റോഡ് ഉദ്ഘാടനം നടക്കുന്ന ഇടത്ത് അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷ ഭേദിച്ചുകൊണ്ട് അവരെയൊക്കെ മാറ്റിക്കൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അങ്ങോട്ടേക്ക് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ് ഇപ്പോൾ. പിരായിരി പഞ്ചായത്തിലെ ഊഴിക്കുന്ന് കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനമാണ് പരിപാടി. ആ റോഡ് ഉദ്ഘാടന ചടങ്ങിനായിട്ടാണ് MLA അവിടെ എത്തിയിട്ടുള്ളത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഈ പ്രതിഷേധത്തിനിടയിലും ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണോ MLA? ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. പൂഴിത്തോട് റോഡിന്റെ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനമാണ്. ഇതിൽ 15 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡിൽ 10 ലക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഫണ്ടിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് രാഹുൽ തന്നെ ഉദ്ഘാടനം ചെയ്യും. അത് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞതോ. ഇപ്പോഴെന്തായാലും ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. വളരെ പ്രാദേശികമായ വളരെ ചെറിയൊരു റോഡാണ്. പക്ഷേ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ എടുത്തുയർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇത് പ്രായിരിയിലെ പൂഴിത്തോട് എന്ന് പറഞ്ഞ വാർഡ് മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി ദുർഗമാണ്. ഇവിടെ രാഹുലിനെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് അറിയുമെന്നുള്ളതാണ് ലീഗിന്റെ പ്രവർത്തകർ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ രാഹുലിനെ തോളിലേറ്റിക്കൊണ്ട് പോകുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറെ നേരം ഈ തടസ്സപ്പെടുത്തി ഏതാണ്ട് ഒരു 15 മിനിറ്റോളം കാറ് തടഞ്ഞു വെക്കുകയും കാറിന് മുകളിലേക്ക് ഡിവൈഎഫ്ഐയുടെ പതാകയും അതോടൊപ്പം തന്നെ കരിങ്കൊടിയും എടുത്തെറിയുകയും ചെയ്തിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. താൻ പുറത്തിറങ്ങാമെന്ന് ലീഗ് പ്രവർത്തകരോട് പറയും. ലീഗ് പ്രവർത്തകർ സംരക്ഷണം ഒരുക്കി കൊണ്ടുവരികയും ചെയ്യുന്നു. ഇപ്പോഴെന്തായാലും ഇനി ഈ ശിലാഫലകത്തിന്റെ ഉദ്ഘാടനം അടക്കമാണ് ചെയ്യാനുള്ളത്. ഇവിടെ ഈ പരിപാടി നടക്കുന്നതിനിടയിലേക്കും ഡിവൈഎഫ്ഐയുടെ ഏതാനും പ്രവർത്തകർ വന്നിരുന്നു. അവരെ ഇപ്പോൾ പോലീസ് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ റോഡിന്റെ ശിലാഫലകം ഈ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഒരു ചെറിയ ഇപ്പൊ എന്തായാലും ഈ
ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഉദ്ഘാടന പ്രസംഗത്തിനായി രാഹുൽ പോവുകയാണ്.